പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കപ്പയും ചൂര മീൻ കറിയാണ്. അപ്പോൾ ഞാൻ 1.5 കിലോ കപ്പയുണ്ട്. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഉപ്പൊക്കെ ഇട്ട് ഞാനിന്ന് വേവിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ അത് ആയി വരട്ടെ, കുറച്ച് വെച്ച് വേവിക്കാം. പിന്നെ ഇനിയാണ് നമുക്ക് മീൻ കറി ചൂര മീൻ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടായി വരട്ടെ. നമുക്ക് അതിൽ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഉലുവ വേണമെങ്കിൽ 1/4 ടീസ്പൂണോ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാൻ ഇപ്പോൾ ഉലുവപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഞാനത് പൊടികൾ ചേർക്കണതിൻ്റെ ഒപ്പമാണ് ചേർക്കണം. അപ്പോൾ ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് സബോള ചേർത്ത് കൊടുക്കാം. 2 സബോളയാണ് ഞാൻ ചേർക്കണത്. അത് ചേർത്ത് നന്നായി വഴന്ന് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂരക്കറി നല്ല മുളക് കറിയായിട്ടാണ് വെക്കുന്നത്. മുളകിട്ട കറി എന്നൊക്കെ പറയില്ല, അതുപോലെ വെക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചൂരമീൻ. 1.5 കിലോനുണ്ടായിരുന്നു. അതിൽ കുറച്ചും കൂടി കഷ്ണം ഞാൻ എടുത്തിട്ട് 1/2 കിലോ ഉണ്ടാവും. അതെടുത്തിട്ട് ഞാൻ വറുക്കാനായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള മീനാണത്. അപ്പോൾ അത് നമുക്ക് കറിയാക്കി എടുക്കാം. ഞാൻ ഇനി 1 കുടം വെളുത്തുള്ളി, നല്ല വലിയ വെളുത്തുള്ളിയാണ്. അപ്പോൾ ഒരു വലിയ കുടം വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി 1 കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. അപ്പോൾ അത് അതിൻ്റെ ആ വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുത്ത് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇളക്കി കൊടുത്ത ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ കളയണം. അതോടൊപ്പം തന്നെ ഇഞ്ചിയും അതുപോലെ വേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. അതിനുശേഷം നമുക്ക് 2 തക്കാളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. തക്കാളി നല്ലൊരു പഴുത്ത തക്കാളിയാണ്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അത് ഇളക്കി കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കാം. ധൃതി ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മൂടി വെച്ചാൽ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാൻ ഇളക്കി കൊടുക്കുക തന്നെയാണ്. അത് വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഉപ്പാണ്. ആവശ്യത്തിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി 1 സ്പൂണ്, 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ടുണ്ട്. നന്നായി മുളക് വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അപ്പൂനൊക്കെ കഴിക്കാനുള്ള കാരണം ഒരു 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ സ്പൂണ് പെരുംജീരകവും 1 ചെറിയ സ്പൂണ് ഉലുവ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉലുവ പൊട്ടിക്കുന്നതിന് പകരമാണ് ഞാൻ പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ആയി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നന്നായി പച്ചമണം പോകണം, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് വ്യത്യാസപ്പെടും. ഇപ്പോൾ ഞാനൊരു 3 കുടപ്പുളി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. നന്നായി തിളച്ച് വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി തിളച്ച് വന്നിട്ട് നമുക്ക് അതിലേക്ക് ചൂര മീൻ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നന്നായി ഇളക്കി കൊടുക്കുക. വല്ലാണ്ട് ഇളക്കി ഇപ്പോൾ ഇതാക്കണ്ട. കുറച്ച് ഒന്ന് ആയി വന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ കാണുമെന്ന് നോക്കുമല്ലോ ഇളക്കി നേരത്ത്. അപ്പോൾ നമുക്കൊന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമുക്ക് അടച്ച് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചൂരമീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ ഞാൻ ഇളക്കി കൊടുത്തതിൽ ഉപ്പൊക്കെ പാകമാണ്. ഇപ്പോൾ നമ്മുടെ ചൂരമീൻ റെഡി ആയി വന്നിട്ട് അതിലേക്ക് ഞാൻ വേപ്പില ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയില വെതറിട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി, ഉള്ളവരിട്ടാൽ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ ചാറ് വേണ്ടാന്നുള്ളവർക്ക് ഒന്നുകൂടി പറ്റിച്ചെടുത്തിട്ട് എടുത്താൽ മതി. ഞാനിപ്പോൾ കപ്പ കൂട്ടി കഴിക്കാനുള്ളതാണ്. ഞങ്ങളുടെ നാട്ടിൽ കപ്പ എന്നൊന്നും പറയില്ല കേട്ടോ. ഞാൻ എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി കപ്പ എന്ന് പറഞ്ഞാണ്. കൊള്ളിയാണ് ഞങ്ങൾ പറയുക, കൊള്ളി. അപ്പോൾ കൊള്ളി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് കൊള്ളിയും ചൂര മീൻ കറിയാണ്. അപ്പോൾ ഞാനൊരു സ്വല്പം ചാറ് അതുകൊണ്ടാണ് എടുക്കാൻ കാരണം. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ, താങ്ക് യു.